Hello guys, it's me Rinz Vlogz. Welcome back to Rinz Vlogz. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ ജ്യൂസാണ്. മാങ്ങ കൊണ്ട് നമ്മളെല്ലാവരും ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട്, മാങ്ങ ജ്യൂസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിലോണ്ടുള്ള ജ്യൂസാണ്. അതായത് നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ മൂച്ചിൻ്റെ ലോണ്ടുള്ള ജ്യൂസ്. അപ്പോൾ ഈ ഒരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഇലയാണല്ലോ, ഇഷ്ടംപോലെ ജ്യൂസ് അടിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്കൊരു മാവില ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പൊതീന കുറച്ച്, പിന്നെ ഇഞ്ചി 2 കഷ്ണം വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം മതിയാവുമെന്നാണ് തോന്നുന്നത്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. പിന്നെ നാരങ്ങ ഒരു ഫുൾ നാരങ്ങ സെൻറ്റർ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ ഹാഫ് മാത്രം മതിയാവും. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാംഗോ ലീഫ്, അതായത് മാവിലാണ് ഇത് കാണുന്നത്. നമ്മൾ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര ഏകദേശം ഇതൊരു 5 സ്പൂൺ ഉണ്ട് കേട്ടോ, വലിയ സ്പൂണിന് തന്നെ 5 സ്പൂൺ ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ നേരെ ഇനി ജ്യൂസിലേക്ക് പോകാം. ഓരോ സാധനങ്ങളും ആഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് മാവില നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. അടുത്തത് നമ്മൾ ഇഞ്ചിയാണ് ആഡ് ചെയ്തില്ലേ. അടുത്തത് നമ്മൾ പുതിനയില ഉണ്ട് ആഡ് ചെയ്യുന്നത്. ഹാഫ് നാരങ്ങയൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ പഞ്ചസാര ആയിട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇനി ലാസ്റ്റായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്രയാണോ ആവശ്യമുള്ളത് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് നോക്കുക. അതിന് ശേഷം പിന്നീട് ആവശ്യമില്ലാത്ര ഒഴിക്കുന്നതാവും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഏകദേശം നമ്മുടെ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയാട്ടോ. ഒന്ന് അരിച്ചെടുക്കണം നല്ലോണം, അത്രേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് നല്ല രൂപത്തിൽ ഏലക്കായിൻ്റെ ചുവക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏലക്കായി ആഡ് ചെയ്യാവുന്നതാണ്. ഏലക്കായി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഏലക്കായി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായി ആഡ് ചെയ്താൽ ഫ്ലേവർ ഒന്നും കൂടെ നല്ല ഫ്ലേവറായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏലക്കായി ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ജ്യൂസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല കളറാട്ടോ, സൂപ്പർ സാധനമാണ്. നേരത്തെ ഉണ്ടാക്കിയൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാരങ്ങ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹാഫ് ആഡ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഒരു ഫുൾ നാരങ്ങ തന്നെ ആഡ് ചെയ്യണം കേട്ടോ.
അല്ലാന്നുണ്ടെങ്കിൽ ആ മാവിലിൻ്റെ ഫ്ലേവർ ഇങ്ങനെ കൂടി വരുന്ന പോലെ ഫീൽ ചെയ്യും. ഞാൻ 2ാം വട്ടം നാരങ്ങ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ മാവിലെ വീഡിയോ. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്കിയ സമയത്ത് തന്നെ കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ അടുത്തൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുമ്പോഴേക്കും താങ്ക് യു ആൻഡ് ബൈ.